അടിസ്ഥാന സൗകര്യം, ടൂറിസം മേഖല എന്നിവയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് LDF ഭരിക്കുന്ന ആലപ്പുഴ നഗരസഭയുടെ ബജറ്റ് യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തോമസ് ഐസക്കും ജി സുധാകരനും MLA-മാരായിരുന്ന സമയത്ത് നഗരസഭയ്ക്ക് താങ്ങായിരുന്നുവെന്ന് പ്രതിപക്ഷം. അഴകോടെ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന തോടുകളുടെ ഇരുകരകളും സൗന്ദര്യവൽക്കരിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തും. ജനറൽ ആശുപത്രി മുതൽ ആലപ്പുഴ ബീച്ച് വരെയും ഇരുമ്പുപാലം മുതൽ സീറോ ജംഗ്ഷൻ വരെയും ചെടികൾ വെച്ച് മോടി പിടിപ്പിക്കും. ബീച്ച് ഫെസ്റ്റിവൽ വിപുലമായി സംഘടിപ്പിക്കുന്നതിന് DTPCയുമായി ചേർന്ന് പരിപാടികൾ സംഘടിപ്പിക്കും. തുടങ്ങി വലിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. എന്നാൽ പണം കണ്ടെത്താൻ മാർഗം സൃഷ്ടിക്കാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പതിവ് ശൈലിയാണെന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തോമസ് ഐസക്കും ജി സുധാകരനും ആലപ്പുഴ അമ്പലപ്പുഴ MLA-മാരായിരുന്ന സമയത്ത് നഗരസഭയ്ക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു. നിലവിലെ MLA-മാരായ PP ചിത്തരഞ്ജനും H സലാമും നഗരസഭയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും വിമർശനം. ആലപ്പുഴ നഗരത്തിൽ 2010 അന്ന് ആലപ്പുഴ MLA ആയിരുന്ന തോമസ് ഐസക്ക്, ശ്രീ ജി സുധാകരൻ രണ്ടുപേരും അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു തദ്ദേശ സ്ഥാപനത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാമെന്ന് ചിന്തിച്ച് ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് അത് അംഗീകരിക്കുകയാണ്. എല്ലാം രാഷ്ട്രീയമല്ല പറയുന്നത്. പക്ഷേ ഇന്നത്തെ MLA-മാർ MP-മാർ അവരാരും ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് ഞാൻ ഉന്നയിച്ചത്. 2020 അധികാരത്തിൽ വന്ന LDF ഭരണസമിതി അവതരിപ്പിച്ചിട്ടുള്ള 3 ബജറ്റുകളിലും പ്രഖ്യാപിച്ച യാതൊന്നും തന്നെ നടപ്പിലാക്കാതെയാണ് 4ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 3 തവണയും അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഒരു പദ്ധതികളെ പറ്റിയുമുള്ള പരാമർശം പോലും ഈ നഗരസഭാ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആലപ്പുഴ നഗരസഭയ്ക്ക് സ്വന്തമായി വരുമാനം ആർജിക്കുവാൻ കഴിയുന്ന കെട്ടിടങ്ങളെ സംബന്ധിച്ച്, സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു നിർദ്ദേശങ്ങളും വെക്കാത്ത ഒരു ബഡ്ജറ്റ് കേവലം സ്വപ്നം കാണുന്ന ഒരു ബഡ്ജറ്റ് മാത്രമാണ്. 24 ആലപ്പുഴ.